ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർസം BSc കെമിസ്ട്രിയുടെ PYQs ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 4th സെമസ്റ്ററിൻ്റെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും PYQ ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് പ്രെപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. ഹായ് ഓൾ, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആൻഡ് അറൈൽ ഹാലൈഡ്സ് എന്ന മൊഡ്യൂൾസ് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ കാർഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ വിത്ത് നെസസറി ഇക്വേഷൻസ് ദ മെക്കാനിസം ഓഫ് നൈട്രേഷൻ ഓഫ് ബെൻസീൻ. നമ്മളോട് ഇവിടെ ബെൻസീൻ്റെ നൈട്രേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് 2 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ബ്രീഫായിട്ട് അവിടുത്തെ നൈട്രേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന മെക്കാനിസം നമുക്ക് നോക്കണം. സോ അതിൽ നൈട്രേഷനിൽ എന്താണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലേ. സോ ഇലക്ട്രോഫൈൽ നമ്മൾ ബെൻസീനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുന്നതാണ്. സോ ഇവിടെ നൈട്രേഷൻ ആയതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രോഫൈൽ എന്താണ്? NO2+ ആണ് അവിടുത്തെ ഇലക്ട്രോഫൈൽ. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ്? ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യാണ്. സോ ആ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോഫൈൽ നമ്മുടെ ബെൻസീൻ റിങ്ങിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തിയിട്ടാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് വരുന്നത്. സോ നമുക്ക് ആദ്യം ഇലക്ട്രോഫൈലിൻ്റെ ജനറേഷൻ നോക്കാം. സോ ഇലക്ട്രോഫൈലിൽ ഉള്ള ബേസ് ആയിട്ടുള്ള അതിൻ്റെ സ്കീം ഒന്നും കൂടി എഴുതാം. സോ അതിൽ ആദ്യം വരുന്നത് എന്താണ്? നമ്മളെ ബെൻസീൻ സിസ്റ്റമാണ്. സോ ഈ ബെൻസീൻ സിസ്റ്റത്തിലേക്കാണ് നമ്മളുടെ നൈട്രേഷൻ വരുന്നത്, നൈട്രോ ഗ്രൂപ്പ് വരുന്നത്. സോ നൈട്രേഷൻ്റെ റിയേജൻസ് ഏതാണ്? HNO3-യും H2SO4-ഉം ആണ്. സോ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിൽ റിയാക്ഷനായിട്ട് നമുക്ക് റിയാക്ഷൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും? നൈട്രോ ബെൻസീൻ കിട്ടും. ഇങ്ങനെയാണ് കിട്ടുക. സോ ഇതിൻ്റെ മെക്കാനിസമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിൽ മെക്കാനിസത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ HNO3-യും അതുപോലെ H2SO4-ഉം തമ്മിലാണ് റിയാക്ഷൻ വരുന്നത്. അതിൽ നമ്മുടെ HNO3-യിലേക്ക് H2SO4-ലൊരു പ്രോട്ടോൺ ആഡ് ആവുകയാണ്. സോ അത് HNO3 പ്രോട്ടോണേറ്റഡ് ആവുകയാണ്. സോ എന്താണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വരിക? H2NO3 പ്ലസ് HSO4 മൈനസ്, ഇങ്ങനെയായിരിക്കും വരിക. സോ അതിൽ H2NO3+ ഇല്ലേ. സോ H2NO3+ ഡിസോസിയേറ്റ് ചെയ്തിട്ട് NO2+ഉം വാട്ടറുമായിട്ട് മാറും. സോ ഈ ഇലക്ട്രോഫൈലില്ലേ, നമ്മളെ NO2+ എന്നുള്ള ഈ ഇലക്ട്രോഫൈലാണ് നമ്മളെ ബെൻസീൻ സിസ്റ്റത്തിലേക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. സോ ഇവിടെ ബെൻസീൻ സിസ്റ്റം നോക്കാം. സോ ബെൻസീൻ സിസ്റ്റം അതിലേക്ക് നമുക്കിവിടെ ഒരു ഹൈഡ്രജന് റെപ്രസെൻ്റ് ചെയ്യാം. ബെൻസീൻ സിസ്റ്റത്തിൽ ബാക്കി 6 ഹൈഡ്രജൻസ് ഉണ്ട്. അതിൽ NO2+ ആണ് ഇനി റിയാക്ഷനിലേക്ക് വരുന്നത്. സോ ഈ റിയാക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ. ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് സെൻറ്റർ ഉണ്ടായിരിക്കും, ഇവിടെ നെഗറ്റീവ് സെൻറ്ററും ജനറേറ്റ് ചെയ്യും. ഈ ഇലക്ട്രോണാണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ നെഗറ്റീവ് സെൻറ്ററായി. ആ നെഗറ്റീവ് സെൻറ്ററിലേക്കാണ് നമ്മളെ ഇലക്ട്രോഫൈലായിട്ടുള്ള NO2+ ആഡ് ആവുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെ വരും? നമ്മുടെ ബെൻസീൻ സിസ്റ്റം അവിടുത്തെ പൊസിഷനിൽ ഹൈഡ്രജൻ ഓൾറെഡി ഉണ്ട്, അവിടേക്ക് NO2 ഗ്രൂപ്പ് വന്നു. സോ ഇവിടെ എന്തായി? ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു. അതായത് ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ ആ സെൻറ്ററിൽ ആ കാർബൺ എന്തായി? പോസിറ്റീവ് ചാർജായി. ബാക്കിയുള്ള ബോണ്ടുകൾ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്, വലിയ ചേഞ്ച് വരുന്നില്ല. ഇനി ആ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പൈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസിന് ഡീലോക്കലൈസ് ചെയ്യാം. സോ എന്താണ്? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് നടക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണ് വരിക? ഇത് ഇതിൻ്റെ റെസണൻസ് സ്ട്രക്ചേഴ്സ് ആണ്. സോ റെസണൻസ് സ്ട്രക്ചറിൽ അടുത്ത സ്ട്രക്ചർ എങ്ങനെ വരും? ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്തു, ഇവിടെ ഡബിൾ ബോണ്ട് ഓൾറെഡി ഉള്ളതുണ്ട്, അതിന് ചേഞ്ച് ഇല്ല. ഇവിടെ ഓൾറെഡി ഉള്ള ഹൈഡ്രജനും NO2 ഗ്രൂപ്പും. ഓക്കെ. സോ ഈ പോസിറ്റീവ് ചാർജിലേക്ക് നമ്മൾ ഡബിൾ ബോണ്ടിന് വീണ്ടും ഡീലോക്കലൈസ് ചെയ്തൂടെ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് വരും? ബെൻസീൻ റിംഗ്, ഹൈഡ്രജൻ ഓൾറെഡി ഉള്ളതുണ്ട്, NO2 ഉള്ളതുണ്ട്, ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും. പിന്നെന്താണ്? ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നു. സോ ഇത്രയാണ് നമ്മളുടെ റെസണൻസ് സ്ട്രക്ചേഴ്സ് വന്നിട്ടുള്ളത്. നമ്മളുടെ നൈട്രോ ഗ്രൂപ്പ് നമ്മുടെ ബെൻസീൻ റിങ്ങിലേക്ക് വരുമ്പോൾ ഉള്ള റെസണൻസ് സ്ട്രക്ചറാണ്. ഇതിനെ നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? റെസണൻസ് സ്ട്രക്ചറിൽ പോസിറ്റീവ് ചാർജ് നമ്മളുടെ 3 കാർബണിൽ ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്യല്ലേ. സോ അതിൻ്റെ റെസണൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്? നൈട്രോ ഗ്രൂപ്പ് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്യുന്നു. സോ ഇക്വലൻ്റ് ആയിട്ട് ഈ 3 സ്ട്രക്ചറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി
ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് പ്രൊഡക്റ്റ് അല്ലേ വേണ്ടത്, പ്രൊഡക്റ്റിൽ NO2 ഗ്രൂപ്പ് മാത്രമായിട്ടാണ് വേണ്ടത്. സോ NO2 ഗ്രൂപ്പ് മാത്രമായിട്ട് വേണമെങ്കിൽ ഈ ഹൈഡ്രജൻ ഗ്രൂപ്പ് അവിടുന്ന് മാറി പോകണം, അതായത് അവിടുന്ന് റിമൂവ് ചെയ്ത് പോകണം. സോ ആ റിമൂവ് ചെയ്ത് പോകുന്നത് നമ്മളുടെ HSFO മൈനസ് എന്നുള്ള സ്പീഷീസ് നമ്മുടെ റിയാക്ഷൻ മീഡിയത്തിലുണ്ടല്ലോ, ആ റിയാക്ഷൻ മീഡിയത്തിലുള്ള HSFO മൈനസ് നമ്മൾ ഹൈഡ്രജനായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ നിന്ന് അത് ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. സോ നമ്മൾ ഫൈനൽ റെസൊണൻസ് സ്ട്രക്ചർ ഇങ്ങനെയല്ലേ വരുന്നുണ്ടായിരുന്നത്, NO2 ഡബിൾ ബോണ്ട് പോസിറ്റീവ് ചാർജ്, അതിലേക്ക് നമ്മുടെ HSFO മൈനസ് എന്നുള്ള സ്പീഷി വരും. സോ ആ മൈനസിന് നമുക്ക് ഈ H+നെ ഇൻട്രാക്ട് ചെയ്യാമല്ലോ. H+നെ അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഈ സിഗ്മ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് റിങ്ങിലേക്ക് ഡൊണേഷൻ നടത്തും. സോ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെയായിട്ട് മാറും, ബെൻസീൻ റിങ് വിത്ത് NO2 ഗ്രൂപ്പ് മാത്രമുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ പിന്നെന്താണ്, H2SO4 നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ടും കിട്ടും. അതായത് നമ്മളുടെ ഈ ഗ്രൂപ്പിലെ HSFO മൈനസ് എന്നുള്ളത് ഇവിടുത്തെ ഹൈഡ്രജൻ എടുക്കുമ്പോൾ എന്താണ് H2SO4 എന്നുള്ള ബൈ പ്രൊഡക്റ്റും കിട്ടും. സോ ഇതാണ് നമ്മളുടെ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ നൈട്രേഷൻ്റെ റിയാക്ഷൻ മെക്കാനിസം വരുന്നത്. സോ ഇത്രയും നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ഈസ് ഫ്രെഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ, ഡിസ്കസ് ദ മെക്കാനിസം ഓഫ് ഫ്രെഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. രണ്ട് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും. സോ നമ്മളോട് അസൈലേഷൻ റിയാക്ഷൻ, ഫ്രെഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ ആണ്, അതിൻ്റെ മെക്കാനിസവും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇതെന്താണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഫ്രെഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ. സോ നമുക്കവിടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ മെക്കാനിസം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. അതിൽ ഓരോ സ്റ്റെപ്പും അതുപോലെ തന്നെ അതിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡും അവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. നമ്മൾ 2 മാർക്കിനാവുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, അവിടെ എന്തൊക്കെയാണോ ഫോം ചെയ്യുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ അതിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡൈസും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. സോ അതിൽ നോക്കാം, നമ്മൾ ജനറൽ സ്കീം നോക്കുവാണെങ്കിൽ ബെൻസീനിലേക്ക് നമ്മൾ അസൈലേഷൻ നടത്തുമല്ലേ. സോ അവിടെ R ഗ്രൂപ്പ് RC⋯Cl അല്ലേ. സോ അത് റിയേജൻ്റ് എന്താണ്, AlCl3 അല്ലേ. AlCl3യുടെ പ്രസൻസിലാണ് നമ്മൾ അസൈലേഷൻ നടത്തുന്നത്. സോ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് വരും, നമുക്ക് COR ആണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് വരുന്നുണ്ടാവുക. സോ ഇതിൻ്റെ മെക്കാനിസം കൂടി നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യല്ലേ. സോ ഫസ്റ്റ് സ്റ്റെപ്പിലെ ഇലക്ട്രോഫൈൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, നമ്മുടെ RCOCl എന്നുള്ളിലേക്ക് നമ്മളുടെ AlCl3 റിയാക്ഷൻ ചെയ്യുകയാണ്. സോ അങ്ങനെയാകുമ്പോൾ എന്താണ്, ഈ Cl മൈനസിന് ഇങ്ങോട്ടേക്ക് എടുക്കും. സോ എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, RCO പ്ലസ് എന്നുള്ള ഇലക്ട്രോഫൈൽ. നമ്മുടെ ഇലക്ട്രോഫൈൽ എപ്പോഴും എന്താണ്, പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് ആയിരിക്കും. നമുക്ക് ഇലക്ട്രോഫൈൽ കിട്ടി. പിന്നെ ബാക്കി എന്താണ് വരിക, AlCl4 മൈനസ് എന്നുള്ള സ്പീഷി ഉണ്ടായി. സോ നമുക്കിനി ഈ ഇലക്ട്രോഫൈൽ നമ്മുടെ ബെൻസീൻ സിസ്റ്റത്തിലേക്കാണ് റിയാക്ഷൻ നടത്തുക. സോ എന്തായിരിക്കും അത് വരിക, ബെൻസീൻ RCO പ്ലസ് ആണ്. സോ ഇവിടെ ഹൈഡ്രജൻ ഓൾറെഡി ഉണ്ട്. സോ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഹൈഡ്രജൻ്റെ പൊസിഷനിലേക്കാണ് നമ്മളുടെ RCO ഗ്രൂപ്പ് വരുന്നത്. സോ ഇവിടെ ആദ്യം തന്നെ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് നടത്തിയാൽ അവിടെ ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് മാറുമ്പോൾ അവിടെ പോസിറ്റീവ് സെൻറ്റർ നെഗറ്റീവ് സെൻറ്ററും ജനറേറ്റ് ആവുന്നുണ്ട്. അതായത് ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് നടത്തുന്നത്. സോ ഇവിടെ നെഗറ്റീവ് സെൻറ്ററായി, ഇവിടെ പോസിറ്റീവ് സെൻറ്ററായി. സോ ഈ പോസിറ്റീവ് സെൻറ്ററിന് നമ്മളുടെ ഈ നെഗറ്റീവ് സെൻറ്ററിലേക്ക് റിയാക്ഷൻ നടത്താം. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെ വരും, ഹൈഡ്രജൻ ഉണ്ട്, ഡബിൾ ബോണ്ട് R എന്നുള്ള രീതിയിൽ വന്നു. പിന്നെ ഇവിടെ എന്തായി, പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്തു, ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, സോ എന്താണ്, ഈ പോസിറ്റീവ് ചാർജിലേക്ക് നമ്മളുടെ ഡബിൾ ബോണ്ടിലുള്ള ഇലക്ട്രോൺസിന് ഡീലോക്കലൈസ് ചെയ്തുകൂടെ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ത് വരും, ഇത് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ്. സോ എന്താണ് വരിക, സോ ഈ പോസിറ്റീവ് ചാർജിലേക്ക് ബോണ്ട് ഷിഫ്റ്റ് നടത്തി. സോ ഇവിടെ ഡബിൾ ബോണ്ടായി, ഈ പോസിറ്റീവ് ചാർജ് ആ കാർബണിൽ വന്നു, ഇവിടെ ഡബിൾ ബോണ്ട് ഓൾറെഡി ഉണ്ട്. പിന്നെന്താണ്,
ഹൈഡ്രജൻ സി ഡബിൾ ബോണ്ട് ആർ അല്ലേ. സോ ഈ പോസിറ്റീവ് ചാർജ് വീണ്ടും നമ്മളതിൽ വന്നല്ലോ. സോ എന്താണ്, ഈ ഡബിൾ ബോണ്ടിന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് നടത്താം. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഡബിൾ ബോണ്ട് ഇവിടെ വന്നു, പോസിറ്റീവ് ചാർജ് ഇവിടെ വരും. ഇവിടെ എന്താണ്, ഹൈഡ്രജൻ ഉണ്ട്, ഡബിൾ ബോണ്ട് ഓ ആർ ഉണ്ട്. സോ ഇത്രയാണ് നമ്മൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരിക. സോ ഇതിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, റെസൊണൻസ് ഹൈബ്രിഡ്. സോ ആ റെസൊണൻസ് ഹൈബ്രിഡും കൂടി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, സി ഡബിൾ ബോണ്ട് ഓ ആർ ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജുകൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ നമുക്ക് റെസൊണൻസ് ഹൈബ്രിഡും കിട്ടി. സോ ഇനി ഫൈനൽ സ്റ്റെപ്പിലേക്ക് എങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ പ്രൊസീഡ് ആവുന്നത് നോക്കാം. സോ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിന് മുന്നേ ഉള്ള റിയാക്ഷനിലെ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ സ്റ്റേറ്റ് ഇങ്ങനെയാണ്. എച്ച് ഡബിൾ ബോണ്ട് ആറ്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇനി നമ്മൾ റിയാക്ഷൻ മീഡിയത്തിൽ എന്താണ് ബാക്കിയുള്ളത്, അവിടെ എന്താ ബാക്കിയുള്ളത്, AL CL3 CL എന്നുള്ളതല്ലേ. സോ ഈ CL3യിലുള്ള AlCl4 മൈനസിലുള്ള ഈ Cl മൈനസിന് ഇവിടെ ഡിസോസിയേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ Cl മൈനസ് ആവും. ആ Cl മൈനസ് ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. സോ ഇവിടുത്തെ ഡബിൾ ബോണ്ടില്ലേ, സിഗ്മ ബോണ്ട്, അവിടുത്തെ സിഗ്മ ബോണ്ടിലെ ഇലക്ട്രോൺസ് നമ്മുടെ റിങ്ങിലേക്ക് ഡൊണേഷൻ നടത്തിയിട്ട് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് വരിക. സി ഡബിൾ ബോണ്ട് ഓ ആർ ഡബിൾ ബോണ്ട്. സോ ഇതാണ് നമ്മുടെ അസൈലേഷൻ പ്രൊഡക്റ്റ് വരുന്നത്. സോ നമ്മുടെ ഇത്രയും നിങ്ങൾ റിയാക്ഷൻ മെക്കാനിസം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? സോ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണ് അസൈലേഷൻ എന്നുള്ളതിൻ്റെ ജനറൽ സ്കീം, ഈ ജനറൽ സ്കീം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അവിടെ നമ്മളുടെ ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്ന ഈ റിയാക്ഷനും അതുപോലെ ഇലക്ട്രോഫൈൽ റിയാക്ട് ചെയ്തിരിക്കുന്ന ഫോമും അതുപോലെ അതിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡുകളും റെപ്രസെൻ്റ് ചെയ്തിരിക്കണം. അതുപോലെ ഫൈനൽ സ്റ്റെപ്പിൻ്റെ ഈ റിയാക്ഷനും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഓഫ് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതുപോലെ എക്സ്പ്ലെയിൻ ദ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് നൈട്രോ ഗ്രൂപ്പ് ഇൻ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്നാണ്. സോ ഇവിടെ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ വരുമ്പോൾ എന്താണ് അവിടുത്തെ എഫക്റ്റ് എന്നും അതുപോലെ തന്നെ നൈട്രോ ഗ്രൂപ്പിൻ്റെ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം നൈട്രോ ഗ്രൂപ്പിൻ്റെ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് നോക്കാം. സോ നമ്മുടെ NO2 ഗ്രൂപ്പ് അല്ലെങ്കിൽ നൈട്രോ ഗ്രൂപ്പ് -R അല്ലെങ്കിൽ -M എഫക്റ്റ് കാണിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഓക്കെ, സോ -R ഉള്ള ഗ്രൂപ്പ് കാണിക്കുമ്പോൾ എന്താണ്, റിങ്ങിൽ നിന്നായിരിക്കും ഡീലോക്കലൈസേഷൻ വരിക. സോ അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് നോക്കാം. നൈട്രോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബെൻസീൻ സിസ്റ്റത്തിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. സോ ഇവിടെ N ഡബിൾ ബോണ്ട് O -+, ഇങ്ങനെയാണ് നമ്മുടെ നൈട്രോ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഓക്കെ, സോ അതിൽ നമ്മുടെ -R എഫക്റ്റ് കാണിക്കുമ്പോൾ എന്താണ്, തൊട്ടടുത്തുള്ള ഈ പൈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ആവും. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൈട്രജനിൽ നിന്നുള്ള ഈ നൈട്രജൻ ഓക്സിജൻ ബോണ്ട് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ആവും. സോ അവിടുത്തെ റെസൊണൻസ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വരിക? ഇനി ഇതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നോക്കാം. സോ റെസൊണൻസ് സ്ട്രക്ചറിൽ ഇവിടെ നൈട്രജൻ കാർബൺ ബോണ്ട് എന്തായി, ഡബിൾ ബോണ്ടായി. ഇവിടെ എന്തായി, ഓക്സിജൻ നൈട്രജൻ ബോണ്ട് സിംഗിൾ ബോണ്ടായി. ഇവിടെ ഓൾറെഡി ഉള്ള സിംഗിൾ ബോണ്ട്. ഓക്കെ, സോ ഇവിടെ എന്തായി, പോസിറ്റീവ് ചാർജ് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റർ ആയിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ ഓൾറെഡി ഉള്ള ഡബിൾ ബോണ്ട്. സോ ഇവിടെ നമുക്കൊരു പോസിറ്റീവ് സെൻറ്റർ ജനറേറ്റ് ചെയ്തിട്ടില്ലേ, പോസിറ്റീവ് സെൻറ്ററിലേക്ക് നമ്മളുടെ പൈ ഇലക്ട്രോൺസിന് ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് കിട്ടും. സോ ആ സ്ട്രക്ചറിൽ പോസിറ്റീവ് സെൻറ്ററിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ടായിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, NO- പോസിറ്റീവ് ചാർജ്, ഇവിടേക്ക് ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ടായിരിക്കും. പോസിറ്റീവ് ചാർജ് ഈ കാർബണിലേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക.
അതുപോലെ ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടാവും. സോ ഈ സ്ട്രക്ചറിലും തന്നെ നമ്മൾ ഈ പോസിറ്റീവ് ചാർജിലേക്ക് നമ്മുടെ പൈ ഇലക്ട്രോണിനെ ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസൊണൻസ് സ്ട്രക്ചർ ഇങ്ങനെ വരും. സോ അവിടെയും പോസിറ്റീവ് സെൻറ്ററിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ടാവും. പോസിറ്റീവ് ചാർജ് ബെയർ ചെയ്യുന്ന കാർബൺ മാറിയിട്ടുണ്ടായിരിക്കും. സോ ഡബിൾ ബോണ്ട് ഇവിടെയാണ് വരിക. പോസിറ്റീവ് ചാർജ് ഇവിടെ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഡബിൾ ബോണ്ട് NO പ്ലസ്. ഓക്കെ. സോ ഇതിലേക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് സെൻറ്ററിലേക്ക് വീണ്ടും പൈ ഇലക്ട്രോൺസിനെ ഡീലോക്കലൈസ് ചെയ്തൂടെ? സോ ഇവിടുത്തെ ഈ പൈ ബോണ്ടാണ് ഡീലോക്കലൈസ് ചെയ്യുക. സോ ഇവിടെ ബോണ്ട് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് നടത്തും. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ഡബിൾ ബോണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്തു. ഓക്സിജൻ നൈട്രജൻ കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറി. ഓക്സിജനിലേക്ക് ഡബിൾ ബോണ്ട് വീണ്ടും വന്നു. O-, അവിടെ വ്യത്യാസമില്ല, ഇവിടെ പോസിറ്റീവ് ചാർജ്. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മളുടെ നൈട്രോ ബെൻസിൻ്റെ കേസിലുള്ള റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരുന്നത്. സോ ഈ സ്ട്രക്ചർ ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് എവിടെയൊക്കെയാണ്? പോസിറ്റീവ് ചാർജ് ഈ പൊസിഷനിൽ, അതുപോലെ ഓർത്തോ പൊസിഷനിൽ, പാരാ പൊസിഷനിൽ, അടുത്ത ഓർത്തോ പൊസിഷനിൽ. സോ പോസിറ്റീവ് ചാർജാണ് നമ്മുടെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും വരുന്നത് അല്ലേ? ഇപ്പോൾ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ അവിടെ എന്താണ്? പോസിറ്റീവ് ചാർജാണ്. ഓക്കെ. കമ്പാരിറ്റീവ്ലി നമ്മളുടെ മെറ്റാ പൊസിഷൻ എങ്ങനെയാണ് വരുന്നത്? മെറ്റാ പൊസിഷൻ അവിടെ പോസിറ്റീവ് ചാർജ് വരുന്നില്ലല്ലോ. ഒരു റെസൊണൻസ് സ്ട്രക്ചറിലും നമ്മുടെ മെറ്റാ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് വരുന്നില്ല. സോ അവിടെ എന്താണ്? അത് നെഗറ്റീവ് സെൻറ്ററാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സെൻറ്ററാണ് നമ്മുടെ മെറ്റാ പൊസിഷൻ. സോ എന്തായിരിക്കും നമ്മുടെ ഇലക്ട്രോഫൈലിൻ്റെ ചാർജ് എന്താണ്? ഇലക്ട്രോഫൈൽ പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റർ അല്ലേ? സോ ഇലക്ട്രോഫൈൽ എപ്പോഴും എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്ററിലേക്കാണ് വരിക. സോ ഇവിടുത്തെ റിയാക്ഷനിൽ ഇലക്ട്രോഫൈൽ വരാൻ ചാൻസ് ഉള്ള പൊസിഷൻ ഏതാണ്? നമ്മുടെ ഈ ഒരു പൊസിഷനിലേക്കല്ലേ, മെറ്റാ പൊസിഷനിലേക്കല്ലേ നമ്മൾ ഇലക്ട്രോഫൈൽ വരുള്ളൂ. 2 മെറ്റാ പൊസിഷൻ ഉണ്ട്. സോ 2 മെറ്റാ പൊസിഷനിലേക്കുമാണ് നമ്മുടെ ഇലക്ട്രോഫൈൽ വരാനുള്ള ചാൻസ് ഉള്ളത്. സോ നമ്മളുടെ ഡയറക്റ്റീവ് നേച്ചർ ഓഫ് NO2 എന്ന് പറഞ്ഞിട്ടില്ലേ, നൈട്രോ ഗ്രൂപ്പിൻ്റെ ഡയറക്റ്റീവ് നേച്ചർ. അതായത് നൈട്രോ ഗ്രൂപ്പ് നമ്മുടെ ബെൻസീൻ റിംഗിൽ പ്രസൻ്റ് ആണെങ്കിൽ അടുത്ത ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എവിടെയായിരിക്കും വരിക? നമ്മുടെ മെറ്റാ പൊസിഷനിലായിരിക്കും വരിക. അതിന് കാരണം എന്താണ്? നമ്മുടെ നൈട്രോ ഗ്രൂപ്പിൻ്റെ റെസൊണൻസ് എഫക്റ്റ് കാരണം, -R എഫക്റ്റ് കാരണമാണ് അവിടെ മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ് NO2 ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? സോ നമ്മൾ നൈട്രോ ബെൻസിനിലേക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണെങ്കിൽ അവിടെ മെറ്റാ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ നമുക്ക് ആ ഒരു സ്കീമും കൂടി നോക്കാം. സോ റിയാക്ഷൻ സ്കീമിൽ നൈട്രോ ബെൻസീനാണ് നമ്മൾ എടുക്കുന്നത്. NO2 ആണ് നമ്മൾ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ. സോ അവിടെ എന്താണ്? നമ്മൾ നൈട്രേഷൻ എന്നുള്ള റിയാക്ഷൻ നടത്തുകയാണ്. അതും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സോ എന്താണ്? HNO3യും H2SO4 ആണ്. സോ ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്താണ്? NO2 പ്ലസ് ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. സോ ആ ഇലക്ട്രോഫൈലിന് ഇനി എവിടേക്കാണ് വരാൻ ചാൻസ് ഉള്ളൂ? മെറ്റാ പൊസിഷനിൽ മാത്രമേ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സെൻറ്ററായിട്ട് മാറുന്നുള്ളൂ. സോ അവിടേക്കാണ് അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുക. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് എന്താണ്? NO2 മെറ്റാ നൈട്രോ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മളുടെ മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് നൈട്രോ ഗ്രൂപ്പ്. സോ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ആൾഡിഹൈഡ് ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും ഒക്കെ സെയിം മെറ്റാ ഡയറക്റ്റിംഗ് കാണിക്കുന്ന ഗ്രൂപ്പുകളാണ്. സോ അവരുടെ കേസിൽ നമ്മൾ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ അതിൽ ആദ്യം വരുന്നത് എന്താണ്? നമുക്കൊരു ബെൻസാൽഡിഹൈഡ് കൺസിഡർ ചെയ്യാം. ബെൻസാൽഡിഹൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ബെൻസീൻ റിംഗിൽ എന്താണ്? ആൾഡിഹൈഡ് ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട് OH ആണ്. ഓക്കെ. സോ ഇതിൻ്റെ സെയിം എഫക്റ്റ് അല്ലേ? -Rഉം -M എഫക്റ്റുമാണ് നമുക്ക് അവിടെ വരുന്നുണ്ടാവുക. സോ അതിൽ -M എഫക്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണ്? ഈ റിങ്ങിലുള്ള ഇലക്ട്രോണിനെ ഡീലോക്കലൈസ് ചെയ്തിട്ടാണ്. സോ ആ ഓക്സിജനിലേക്ക് ഇത് ഷിഫ്റ്റ് വരും, ഇലക്ട്രോൺ ഷിഫ്റ്റ് വരും. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസൊണൻസ് സ്ട്രക്ചർ എങ്ങനെ വരും? CO- H ഇങ്ങനെ വരും. ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടായിരിക്കും. സോ ഇവിടെ എന്താണ്? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ആ പോസിറ്റീവ് ചാർജ് വന്നു, ബാക്കിയുള്ള ഡബിൾ ബോണ്ട്സ് അങ്ങനെ തന്നെ നിന്നു, അവിടെ വ്യത്യാസമില്ല. സോ ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യും. ഓക്കെ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസൊണൻസ് സ്ട്രക്ചർ എന്ത് വരും?
CO-H. ആൻഡ് ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ ഓൾറെഡി ഉള്ള ഡബിൾ ബോണ്ട് ഉണ്ട്. സോ അതിലേക്ക് വീണ്ടും ഈ പൈ ഇലക്ട്രോൺസിന് ഡീലോക്കലൈസ് ചെയ്യാം. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസൊണൻസ് സ്ട്രക്ചർ എന്ത് വരും? ഇങ്ങനെ വന്നു. ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്, ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. സോ ഡബിൾ ബോണ്ട് ഇവിടെ ഓൾറെഡി ഉള്ളതുണ്ട്, O-H. ഇങ്ങനെയാണ് വരിക. സോ ഈ ബോണ്ടിലേക്ക് വീണ്ടും ഈ പൈ ഇലക്ട്രോൺസിന് ഡീലോക്കലൈസ് ചെയ്തൂടെ? സോ ഇവിടെ ബോണ്ട് വീണ്ടും റീജനറേറ്റ് ആയി. സോ എന്താണ് അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ എന്താണ് വരിക? വരും ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട് OH ആണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ റെസൊണൻസ് സ്ട്രക്ചർ വരുന്നത്. ഇവിടെയും തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ പോസിറ്റീവ് ചാർജ് എവിടെയൊക്കെയാണ് വരുന്നത്? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും. അടുത്ത ഓർത്തോ പൊസിഷനിലുമാണ് നമ്മളുടെ പോസിറ്റീവ് ചാർജസ് വരുന്നത്. നമ്മളുടെ നെഗറ്റീവ് ചാർജ് ഡീലോക്കലൈസ് ചെയ്തിരിക്കുന്നത് ഈ മെറ്റാ പൊസിഷനിലുമാണ്. സോ നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്താണ്? മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് നിങ്ങളെ ആൻസറിനെ നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടത്. റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരച്ചിട്ട് അവിടെ മെറ്റാ പൊസിഷനിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളത്. സോ അതുകൊണ്ട് എന്താണ് ഇലക്ട്രോഫൈൽ റിയാക്ഷൻസ് അവിടേക്കാണ് നടത്താൻ ചാൻസ് കൂടുതലുള്ള രീതിയിൽ നിങ്ങൾ ഫൈനൽ ആൻസർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. സോ അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു 5 മാർക്കിന് വരുമ്പോൾ നിങ്ങൾ എല്ലാ റെസൊണൻസ് സ്ട്രക്ചേഴ്സും വരയ്ക്കണം. സോ എല്ലാ റെസൊണൻസ് സ്ട്രക്ചറിലും എന്താണ് വ്യത്യാസം ഉള്ളതെന്നും മെറ്റാ പൊസിഷനിൽ എങ്ങനെയാണ് റിയാക്ഷനിൽ ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ ആവുന്നതെന്നും നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതണം. ക്ലിയർ അല്ലേ? സോ ഈ വീഡിയോ കാർഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.